അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ ഞാൻ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മക്കൾക്കും അതുപോലെ തന്നെ വലിയവർക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എന്താണെന്ന് കണ്ടു നോക്കാമല്ലോ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ചിക്കനാണ്. ചിക്കൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കട്ടാക്കി എടുക്കാം. ഇനി അതിലേക്ക് മസാലയായിട്ട് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മീറ്റ് പൗഡർ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, കോൺഫ്ലോർ, ഉപ്പ്, പിന്നെ വിനേഗർ, സോയാ സോസ്, ടൊമാറ്റോ സോസ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. മസാലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ എടുക്കണമെന്നില്ല. അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി അതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കണം. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പകുതി ബട്ടറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 250 ഗ്രാമിൻ്റെ ബട്ടറിൽ നിന്ന് അതെടുത്തിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫയറിലാക്കിയ ശേഷം നമുക്കതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അങ്ങനെ മൈദ ഒന്ന് കുക്കായി വന്ന ശേഷം അതിലേക്ക് നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 2 പീസ് ചീസാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് അതൊന്ന് കുറുകി വരുന്ന ടൈമിൽ നമുക്കതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഞാനിത് ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ഫ്രോസൺ ആയിട്ടുള്ളത്, അത് വാങ്ങിക്കാട്ടോ. ഇനി അതേ ഓയിലിൽ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്താലുണ്ടല്ലോ അതിൻ്റെ സ്മെല്ലും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ചിക്കൻ ഉണ്ടാവുക. അപ്പം ഇതിലേക്കുള്ള ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് വൈറ്റ് സോസാണ്. പിന്നെ മയോണീസാണ് കേട്ടോ വേണ്ടത്. ഇത് ഞാൻ എഗ്ഗ് ചേർക്കാതെ ഉണ്ടാക്കിയ മയോണീസാണ്. അത് പാല് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഓപ്ഷണലാണ് കേട്ടോ ക്യാപ്സിക്കം, സവാള, മല്ലിയിലൊക്കെ. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ഞാൻ പുഡിംഗ് ട്രേയിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കത് സെറ്റാക്കി എടുക്കാം. ആദ്യം വൈറ്റ് സോസ്, മയോണീസ്, അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഫ്രഞ്ച് ഫ്രൈസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് കൂടുതലായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് വേണം കേട്ടോ. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് അതിൻ്റെ മീതയായിട്ട് ചിക്കൻ പീസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ പീസസ് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വൈറ്റ് സോസും മയോണീസും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് തന്നെ ഫില്ലാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ ഫുള്ളായിട്ട് ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കട്ടാക്കി വെച്ച സവാളയും ക്യാപ്സിക്കം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കട്ടോ. ഇത് ഇടയിലൊന്ന് നമുക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് ഓപ്ഷണലാണ്, നിർബന്ധമല്ല. അങ്ങനെ അത് ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും അടുത്ത ലെയറായിട്ട് ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ വൈറ്റ് സോസും മയോണീസും ചേർത്ത് കൊടുക്കണം. അതെത്രയോ ചേർത്ത് കൊടുക്കുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഇതിനുണ്ടാവുക. ഇത് ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടോ. ഇത് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും അതേപോലെ തന്നെ വൈറ്റ് സോസും മയോണീസും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിത് കൂടുതലായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ലോഡഡ് ഫ്രൈസിന് ഉണ്ടാവുക. ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുമ്പോൾ നല്ല രുചിയോടുകൂടി നമുക്ക് കഴിക്കാനും പറ്റും കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ക്യാപ്സിക്കം, സവാള കട്ടാക്കിയതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചില്ലി ഫ്ലാക്സ് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലാക്സ്, ഒറിഗാനോ, പിന്നെ പെപ്പർ പൗഡർ കേട്ടോ. പെപ്പർ പൗഡർ നിർബന്ധമൊന്നുമില്ല, ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അല്പം മാത്രം കേട്ടോ. എല്ലാം കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളിതൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുക്കണമെന്നില്ല. ലോഡഡ് ഫ്രൈസ് പലരും പല രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇതിപ്പം ഇത്രയായി ഉള്ളൂ കേട്ടോ. ഇതുപോലെ തയ്യാറാക്കിയെടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ആരും മാറ്റി കാണിക്കരുത് കേട്ടോ. ലൈക്ക് വളരെ കുറവാണ് എൻ്റെ വീഡിയോസിന്.
അപ്പം ഇതിപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഒരു പീസ് കഴിച്ചാൽ തന്നെ നമുക്ക് നല്ല വയറ് നന്നായിട്ട് നിറയും കേട്ടോ. നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അത് ഞാൻ എത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല ഈ ഒരു റെസിപ്പി ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. കുറേ ദിവസമായിട്ടൊക്കെ മക്കൾ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഈ യൂട്യൂബിൽ നോക്കി, പക്ഷേ ഇത് എൻ്റേതായ രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രൈ ആക്കി നോക്കുക. ബൈ ബൈ, താങ്ക് യു.